ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴികളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തന്ത്രിയുടെ മൊഴികൾ. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹാജരായ തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യാനായിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിലൊന്നും തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി കവർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പാളികൾ കൊടുത്തുവിട്ട ബോർഡ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണ് ഉത്തരവാദികളെന്നുമാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിലും ഉത്തരവാദിത്തമില്ല. ബുധനാഴ്ച രാവിലെ 10-ന് ഹാജരാകാനായിരുന്നു സമൻസെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉച്ചയ്ക്ക് ശേഷമാണ് ഹാജരായത്. വൈകിട്ടോടെ കണ്ഠരര് രാജീവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനായിട്ടില്ല. എന്നാൽ തന്ത്രി കൈമാറിയ ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും സമൻസ് നൽകും. തന്ത്രിയുടെ നിക്ഷേപങ്ങളിലാണ് ഇഡി വിശദമായ അന്വേഷണം നടത്തുന്നത്. നിക്ഷേപങ്ങൾ, സാമ്പത്തിക സ്രോതസ് എന്നിവയിൽ വ്യക്തത വരുത്താനായാൽ ഇഡി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് മാപ്പുസാക്ഷിയാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി, SIT കേസിൽ ജാമ്യം നേടിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ എന്നിവരെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. ജനം, കൊച്ചി.